പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോമീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ കിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്രിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പൊറൈനാട് എന്നറിയപ്പെടുന്ന പാലക്കാട് എക്കാലത്തും കൃത്യമായ തനിമയും വൈവിധ്യവും മുന്നോട്ട് വെക്കുന്നതാണ്. കൃഷിയെ സ്നേഹിച്ച് കാർഷിക വൃത്തിയിലൂടെയും വ്യവസായങ്ങളിലൂടെയും നാടിന്റെയും ഇടവകയുടെയും പുരോഗതിക്ക് അക്ഷീണം പ്രയത്നിച്ചവരാണ് ഇവിടുത്തെ പഴയ തലമുറ. എന്ത് നല്ല ആളുകളല്ലേ! ഇത്രയും ചരിത്രങ്ങളും അച്ഛനാ പറയുമ്പോ ചിരിക്കാണ്. കൃഷിക്ക് കൃഷി, മണ്ണിന് മണ്ണ്, സ്നേഹമുള്ള മനുഷ്യന്മാർക്ക് സ്നേഹം, അങ്ങനെ എല്ലാം ഉള്ള ഒരാള്. അച്ഛന് അഭിമാനം തോന്നില്ലേ? അത്രയും ചരിത്രങ്ങളുള്ള ഒരു നാട്ടിലാണ് അച്ഛൻ ഇന്ന് സേവനം ചെയ്യുന്നത്. നിങ്ങൾക്ക് അഭിമാനമില്ലേ? ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സഹായത്തോടെ MSTയുടെ പ്രേഷിത വാഹിനി ബാക്കി നിൽക്കുന്ന ഒരു പാർട്ടിസിപ്പന്റും നിറയെ സമ്മാനങ്ങളുമായി എത്തിയിരിക്കുന്നത് പാലക്കാട് രൂപതയിലെ മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫൊറോന ദേവാലയത്തിന്റെ മുൻപിലാണ്. നമ്മുടെ അവസാനത്തെ പാർട്ടിസിപ്പന്റിനെ നമുക്ക് പ്രേഷിത വാഹിനിയിലേക്ക് ക്ഷണിക്കണം. അതിനു മുൻപായിട്ട് നമ്മോട് നല്ല വാക്കുകൾ പറഞ്ഞ് ആശംസകളിലൂടെ സംസാരിക്കുന്നതിനായിട്ട് നമുക്കിടയിലേക്ക് വരാൻ പോകുന്നത് മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫൊറോനയിലെ വികാരി ഫാദർ രാജു പുളിക്കത്താഴെയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ പ്രേഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളിയുടെ തിരുമുറ്റത്ത് ഷാലോം TVയും MST സഭയുടെ സാന്തോം മീഡിയ മിഷനും നമ്മുടെ പാലക്കാട് രൂപതയുടെ ചെറുപുഷ്പം മിഷൻ ലീഗും സംയുക്തമായി മിഷൻ ക്വിസ്റ്റൈൻമെൻറ്റ് എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഈ ക്വിസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സായാഹ്നത്തിൽ നല്ലൊരു ദൈവാനുഗ്രഹത്തിൻ്റെ സമയം ആശംസിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ പാർട്ടിസിപ്പന്റ് വെയിറ്റിംഗ് ആണ് പ്രേഷിത വാഹനിൽ കയറാനായിട്ട്. ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷനും ഒരു കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് ഇനി വേണ്ടല്ലോ, പ്രത്യേകിച്ച് ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ നമ്മുടെ അവസാനത്തെ പാർട്ടിസിപ്പന്റിനെ പ്രേഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിയ പ്രേഷിത വാഹനിൽ കയറാനായിട്ട് വെയിറ്റിംഗ് ആണ്. ദാ ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ വീഡിയോ കണ്ട് നമ്മുടെ ഓഡിയൻസിനെ നിയെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് കയറ്റിയാൽ പോരെ? മതി. അപ്പൊ ആ പ്രൊഫൈൽ വീഡിയോ നമുക്ക് കാണാം. ഞാൻ നിയ മരിയ. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന നിറയെ വയലേലകൾ നിറഞ്ഞ മനോഹര ഭൂമി, സുപ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ നെല്ലിയാമ്പതിയും
സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന മലമ്പുഴ ഡാമും ഉൾപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് എൻ്റെ ദേശം. ദൈവം തന്ന കഴിവുകളെ ദൈവിക കാര്യത്തിനായി വിനിയോഗിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. മണ്ണും ആറും കാടും ഒന്നിക്കുന്ന വശ്യമനോഹരമായ മണ്ണാർക്കാടിന് എന്നും അഭിമാനമായി നിലകൊള്ളുന്ന ഹോളി സ്പിരിറ്റ് ഫൊറോന ചർച്ച് ഇടവകാംഗമായ ഞാൻ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും വളരെ അടുത്തു നിൽക്കുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. ഞങ്ങൾ ഇവിടെ നിന്ന് അറിഞ്ഞ നീ ഒരു കലാകാരിയാണെന്ന്. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഞാൻ വരയ്ക്കാറുണ്ട്. അപ്പോൾ വരയ്ക്കാൻ ഇഷ്ടമാണ്, ഇഷ്ടമാണ്. പൂക്കളെ ഇഷ്ടമാണ്, പ്രകൃതിയെ ഇഷ്ടമാണ് അല്ലേ? ഇഷ്ടമാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇത്രയും കാര്യം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ബാക്കി പ്രേക്ഷിത വാഹിനിയിൽ കയറല്ലേ? കയറിക്കോളൂ. നീ നമ്മുടെ അവസാനത്തെ പാർട്ടിസിപ്പന്റ് ആണ്. പക്ഷെ അവസാനം വന്ന സമ്മാനം മൊത്തം അടിച്ചോണ്ട് പോകാനായിരിക്കും നീയുടെ പ്ലാൻ അല്ലേ? എനിക്കങ്ങനെ ആണ്. അതെ, ഇവിടെ നിന്ന് നോക്കുമ്പോ എന്താ തോന്നുന്നേ? അപ്പനെ അമ്മനൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരെ നോക്കണ്ട, നമുക്ക് സ്ക്രീനിലേക്ക് ഇപ്പൊ നോക്കാം. ഇപ്പോൾ 4 റൗണ്ടുകളാണുള്ളത്. ആദ്യമായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം റൗണ്ട്. സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം റൗണ്ട്. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളുണ്ടാകും. ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: കോട്ടയം വികാരിയത്തിലെ പ്രഥമ വികാരി അപ്പസ്തോലിക്ക ആര്? ഓപ്ഷൻസ് വായിക്കാം. മോൺസിഞ്ഞോർ മെഡ്ലിക്കോട്ട്, ജോർദാനസ് കത്തലാനി, പള്ളി വീട്ടിൽ ചാണ്ടി കത്തനാർ, മോൺസിഞ്ഞോർ അഡോൾഫ് ലെവീൻ SJ. ഈ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഏതാണ്? മോൺസിഞ്ഞോർ അഡോൾഫ് ലെവീൻ SJ. പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ലാഗ് അടിപ്പിക്കണ്ട. പെട്ടെന്ന് ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ ആദ്യത്തെ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യം കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ചോദ്യം ബാക്കിയുണ്ട്. നമുക്ക് നേരെ ആ ചോദ്യം ഏതാണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: മോൺസിഞ്ഞോർ അഡോൾഫ് ലെവീനിന്റെ വികാരി ജനറൽ ആരായിരുന്നു? ഓപ്ഷൻസ് ഇല്ല ഈ ചോദ്യത്തിന്. ചിന്തിച്ച് വേണം ഉത്തരം പറയാൻ. നിധിരിക്കൽ മാണിക്കത്തനാർ. നീ ചിന്തിച്ചൊരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്, നിധീരി മാണിക്കത്തനാർ. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യത്തിനും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സമ്മാനം ഞങ്ങൾ തരാണ്. ഇനി ബാക്കി നിൽക്കുന്നത് 3 റൗണ്ടാണ്. ഈ 3 റൗണ്ടിൽ ഏതാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? ജെറീക്കോ റൗണ്ട്. ജെറീക്കോ റൗണ്ട് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ റൗണ്ടാണ്. ഡിസ്പ്ലേയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആദ്യം മുതൽ ശ്രദ്ധയോടെ വീഡിയോ കാണണം. എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ അടുത്തൊരു പേനയും നോട്ട് പാഡും ഉണ്ട്. ആവശ്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോ കാണാം. എൻ്റെ പേര് ഫാദർ തോമസ് കുമ്പളന്താനത്ത്, MST സൊസൈറ്റി അംഗമാണ്. ഞാൻ ഇവിടെ ഈ ഇന്ത്യ രൂപതയിലുള്ള ചീക്കനഹള്ളി എന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രവർത്തനം ചെയ്യുന്നത്. ഈ ചീക്കനഹള്ളി ഗ്രാമത്തെപ്പറ്റി പറയുമ്പോൾ ഇവിടെ 200 വീട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അതിൽ മജോറിറ്റി ആൾക്കാരും ഗൗഡന്മാരാണ്. പിന്നെ കുറേ ലിംഗായത്തുകാർ, അങ്ങനെ 1-2 ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ്. വളരെയധികം പിന്നെ അവർ വളരെയധികം ഒത്തൊരുമിച്ച് ജോലി ചെയ്ത് പ്രവർത്തിച്ചു പോകുന്നു. പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഗ്രാമമാണിത്. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും പോകുന്ന ഒരു സ്ഥലമാണ്. വീഡിയോ ഒക്കെ കണ്ട് ആവശ്യമുള്ള നോട്ട്സൊക്കെ എഴുതിയെടുത്തു ഇല്ലേ? നമുക്ക് നേരെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഫാദർ തോമസ് കുമ്പളന്താനത്ത് സേവനം ചെയ്യുന്ന ചീക്കനഗള്ളി ഗ്രാമത്തിൽ
എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത്? 200. ഉറപ്പല്ലേ? ഉറപ്പാണ്. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. 200 കറക്റ്റ് ആൻസർ ആണ്. ഈ റൗണ്ടിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്താ സമ്മാനം. ആ സമ്മാനം ഞങ്ങൾ തരാണ്. തങ്കു, കൊടുത്തേക്കത്. നീയേ നമുക്കൊരു ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻ കൊടുത്താലോ? കൊടുക്കാം. സങ്കടമൊന്നുമില്ലല്ലോ? ഇല്ല. ഒരു സമ്മാനം അവർക്കും കിട്ടട്ടെ അല്ലേ? നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. മണ്ണാർക്കാട് ക്രൈസ്തവ കുടിയേറ്റം ആരംഭിച്ച വർഷം. ചേച്ചിയാണ് കൈവയ്ക്കുന്നത്, ഓടിപ്പോരെ. 1925. സോ ആൻസർ കറക്റ്റ് ആണ്, 1925. അപ്പൊ ചേച്ചിക്കുള്ള സമ്മാനം ഞങ്ങൾ തരാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തും മിടുക്കരാണല്ലേ. നിയാസ് പ്രേക്ഷിത വാഹിനിയിൽ കയറി നിന്നുകൊണ്ട് സമ്മാനം മേടിക്കുന്നു. ഓഡിയൻസ് ചോദ്യം ചോദിക്കുന്നു, ഓടി വരുന്ന സമ്മാനം മേടിക്കുന്നു. അല്ല, ഉത്തരത്തിനൊക്കെ അടിയാവുന്നു. ഗിഫ്റ്റ് എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമായിരിക്കും കൊണ്ടുപോവാൻ ഇന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പൊ നീയുടെ അടുത്ത റൗണ്ടിലേക്ക് പോവാല്ലേ? നിയ, അടുത്ത റൗണ്ട് ഏതാണ് വേണ്ടത്? തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. സെന്റ് തോമസ് മിഷൻ. സെന്റ് തോമസ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ അല്ലേ നിയ? ഓക്കെ. ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷൻ ആണ് നിയ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. സത്നാരൂപതയുടെ ആദ്യ മെത്രാൻ. ഓപ്ഷൻസ് വായിക്കാം. മാർ ക്ലെമൻസ് തോട്ടുങ്കൽ, മാർ പൗളിനോസ് ജീരകത്തിൽ, മാർ ജോസഫ് അരുമച്ചാടത്ത്, മാർ എബ്രഹാം മറ്റം. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് നിയ ചൂസ് ചെയ്യുന്നത്? മാർ എബ്രഹാം മറ്റം ആണ്. ഉറപ്പിച്ചു? നീക്ക് യാതൊരു സംശയം ഇല്ലാണ്ടൊക്കെയാണ് ഉത്തരം പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. മാർ എബ്രഹാം മറ്റം കറക്റ്റ് ആൻസർ ആണ്. നല്ലൊരു കൈയടി നമ്മുടെ നീക്കി കൊടുക്കാം. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളുണ്ട്. ഇനി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ബാക്കിയുള്ളത്. ആ ചോദ്യം ഏതാണെന്ന് നോക്കാം. മാർത്തോമാ സ്ലീവായുടെ തിരുനാൾ എന്ന്. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. മാർത്തോമാ സ്ലീവായുടെ തിരുനാൾ എന്ന്. ജൂലൈ 3. ചോദ്യം ശ്രദ്ധിക്കണം. മാർത്തോമാ സ്ലീവായുടെ തിരുനാൾ എന്ന്. ജൂൺ 3 ആരുടെ തിരുനാൾ? സ്ലീവായാണോ സ്ലീഹായാണോ ചിന്തിക്കണം. ഡിസംബർ 18. ഉത്തരം മാറ്റി പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്, ഡിസംബർ 18. ഇപ്പൊ സമ്മാനം പോയേനെ. ഞങ്ങൾക്ക് കിട്ടുന്നതായിരുന്നു. ഞങ്ങൾ ക്ലൂ തന്ന് സഹായിച്ചു. പക്ഷെ സമ്മാനം ഞങ്ങൾക്ക് വേണോ നീക്ക് വേണോ? നീയക്ക് വേണം. അതിപ്പോൾ ഇനി നീയക്ക് വേണ്ടെന്ന് പറഞ്ഞാലും നീയക്ക് തന്നെ ഞങ്ങൾ തരുള്ളൂ. ആ സമ്മാനം ഞങ്ങൾ തരുകയാണ്. ഇതിന്റെ പ്രോഗ്രാം ഒന്നുമില്ല. ഞാൻ വീണ്ടും മടുത്ത്. നീയെ മടുത്തോ? ഇല്ലല്ലോ. എടുത്തു. മടുത്താ? അത് ശരി. നിങ്ങൾ കൊടുത്താ? അച്ഛൻ പറയൂ ആ സമ്മാനം മേടിച്ച് മടുത്തുന്ന്. ഒരു കാര്യം ചെയ്യാം. അച്ഛൻ പറ, ഡാൻസ് വേണോ പാട്ട് വേണോ? പാട്ട് മതിയോ? അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു അടിപൊളി ഡിവോഷണൽ മാഷപ്പുമായിട്ട് മണ്ണാർക്കാട് ഇടവകയിൽ നിന്നുള്ള 4 പേരാണ് വരാൻ പോകുന്നത്. കൈയടിച്ചാൽ മാത്രമേ അവർ മുന്നോട്ട് വരുള്ളൂ. അവരെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം.
അവശേഷിക്കുന്നത് മാർഗം റൗണ്ടാണ്. ഈ റൗണ്ടിൽ വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയുമാണ് സ്ക്രീനിൽ കാണിക്കുക. നമുക്ക് കാണിച്ചിരിക്കുന്നത് വിശുദ്ധ ലാസർ ദേവസഹായം, വിശുദ്ധ മദർ തെരേസ. നീയ്ക്ക് ആരെയാണ് വേണ്ടത്? വിശുദ്ധ ലാസർ ദേവസഹായം. റെയർ ആയിട്ടൊക്കെയാണ് വിശുദ്ധ ലാസർ ദേവസഹായത്തെ സെലക്ട് ചെയ്യുന്നത്. എന്തായാലും ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: എത്ര വർഷത്തെ പീഡനത്തിന് ശേഷമാണ് ദേവസഹായം വധിക്കപ്പെട്ടത്? 3 വർഷത്തെ. നീ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. 3 വർഷത്തെ കറക്റ്റ് ആൻസർ ആണ്. നീയുടെ ജനറൽ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ലാസ്റ്റ് റൗണ്ടിനും ആൻസർ പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ് തങ്കു. പോയി ആ സമ്മാനം കൊടുത്തേക്ക്. നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. നമ്മുടെ ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുത്തിട്ട് ഞങ്ങൾ ഓടി വരാം. ഒരാൾ നമ്മുടെ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. കൈ പൊക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവൻ്റെ ഇരിപ്പ്. നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: മണ്ണാർക്കാട് പള്ളി ഫൊറോനയായി ഉയർത്തപ്പെട്ടത് എന്ന്? ചേച്ചി പൊക്കിടാം. ഈ തവണ നിന്റെ പോയി. ചേച്ചി ഭയങ്കര സ്നേഹമുള്ള ചേച്ചി ആട്ടോ. ചേച്ചി പറയണയാണ് നിന്നോട് വന്നോളൻ. എടാ അറിയാമോ? എടാ മനസ്സ്. എടാ നീ എന്താ ചിരിക്കണ? ആൻസർ അറിയാമോ? അറിയാം. ബാ പോരെ പോരെ, കൈയടിക്ക്. 1998. ചേച്ചി കൈ പൊക്കി. ചേച്ചി കറക്റ്റ് ആണോ? ഫ്രണ്ടിൽ ചേച്ചിമാര് ഇങ്ങനെ കാണിക്കുന്നു. ചേച്ചി അല്ലെന്നും പറഞ്ഞു. എന്താ ചെയ്യണ്ട ഇപ്പൊ? ആൻസർ കറക്റ്റ് ആണ്. 1998 ജാനുവരി 6. പേരെന്താടാ? നിർമ്മൽ. നിർമ്മൽ. അപ്പൊ നമ്മുടെ നിർമ്മലിന് വേണ്ടി നമ്മുടെ ചേച്ചി വിട്ടു കൊടുത്തതാ. ഈ സമ്മാനം ഞങ്ങൾ തരുന്നത് ശരിയല്ല, ചേച്ചി തരും. ചേച്ചി പോരെ. നീയാ നിർമ്മൽ വന്ന് അടിപൊളിയായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് നീയുടെ ഇടവകയല്ലേ? അതെ. ആണ്. ഇവര് വന്നവരോ? അതെ. മൊത്തത്തിൽ ഇവര് സമ്മാന പെരുമഴയാണ് ഇടവകയിലേക്ക്. അച്ഛ കോളടിച്ചല്ല. പിന്നെ അച്ഛൻ ഡബിൾ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ നീയാ, നമുക്ക് മെമൻറ്റോ വേണമെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. തങ്കു, ഇനിയിപ്പോ ലേറ്റ് ആക്കണോ? വേണ്ട, ആവശ്യമില്ലല്ലോ. ചോദിച്ചേക്കാം നമുക്ക്. അപ്പൊ ആ ജനറൽ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്: മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് പള്ളി സ്ഥാപിതമായത് എന്ന്? ജൂൺ 18. നീയെ കുറച്ച് ചിന്തിച്ചാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ചോദ്യമാണ് നീക്ക് മെമൻറ്റോ കിട്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ചോദ്യം. എന്നാലും നമുക്ക് ആൻസർ നോക്കാം. 1975 ജൂൺ 18 കറക്റ്റ് ആൻസർ ആണ്. ഒന്ന് ടെൻഷനായില്ലേ? എനിക്ക് ചെറുതായിട്ട് സന്തോഷമായി. ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. പിന്നല്ല. അപ്പോ 7 ചോദ്യങ്ങളും കഴിഞ്ഞ് മെമൻറ്റോയും ആ സമ്മാനങ്ങളും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ടാണ് നീ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോകാൻ പോകുന്നത്. അപ്പൊ പോകുമ്പോ ആരെ ക്ഷണിക്കണം? വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആരാ? പപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയന്, അനിയത്തി, അമ്മാമ്മ, പിന്നെ അങ്കിള്, ആൻറ്റി. ഇതിപ്പോ നമ്മുടെ പ്രേക്ഷിത വാഹനം നിർത്താൻ സ്ഥലം ഉണ്ടാവോ? എന്തായാലും സാരില്ല. നീയ പറഞ്ഞവരെല്ലാവരും പെട്ടെന്നൊന്ന് വന്നേ. ഈ സമ്മാനം പിടിക്കണ്ടേ? നീയാ സമ്മാനങ്ങളായിട്ട് താഴേക്ക് പോരെ. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മണ്ണാർക്കാട് ഫൊറോന ഡയറക്ടർ ഫാദർ ജെയിംസ് കാവാലത്താണ് ഈ മെമൻറ്റോയും സമ്മാനം നീക്ക് കൊടുക്കാനായി വരാൻ പോകുന്നത്. നല്ല കയ്യടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ തങ്കുവിന് എന്താ പറയാനുള്ളത്?
ഇന്ന് ഇവിടെ കണ്ടതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ കർത്താവിന്റെ കുടുംബം പോലെ തിരുക്കുടുംബമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലങ്ങൾക്കപ്പുറം കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അവിടുന്ന് നമ്മളെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് തിരിച്ചു വരുമ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റി. അപ്പനെന്ന ഉത്തരവാദിത്തമാകാം, അമ്മ എന്ന ഉത്തരവാദിത്തമാകാം, അച്ഛൻ എന്ന ഉത്തരവാദിത്തമാകാം, സഹോദരൻ എന്ന ഉത്തരവാദിത്തമാകാം. ഉത്തരവാദിത്തങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, എങ്ങനെയുമായിക്കൊള്ളട്ടെ, അതെല്ലാം കൃത്യമായി നിറവേറ്റി കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സാന്തോ മിഷൻ ക്രിസ്ത്യമൻ. ദിസ് ഇസ് ലിഖിത. ദിസ് ഇസ് തങ്കമണി. സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേഷിതവാഹിനി വന്നിടാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം. മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം. മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. സാന്തോ മിഷൻ.